എവരിവൺ, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. അപ്പോൾ എല്ലാവരും ഇതാ പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുതിയ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങളൊക്കെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എനിവേ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ EVSൻ്റെ അടുത്ത യൂണിറ്റ്, നാം ജീവിക്കുന്ന ലോകം, ദാറ്റ് ഈസ് ദ വേൾഡ് വി ലീവ് ഇൻ എന്ന് പറയുന്നൊരു യൂണിറ്റിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഒരു ചെറിയൊരു ചിത്രം കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇവിടെ നിങ്ങളുടെ ടീച്ചറെ പോലെ ഒരു ടീച്ചറോ നിങ്ങളുടെ കൂട്ടുകാരെ പോലെയുള്ള കുറേ കൂട്ടുകാരും കൂടി എന്തിനെയോ ഇങ്ങനെ നിരീക്ഷിക്കുവാണ്, എന്തോ ഒരു കാര്യം ഇങ്ങനെ കാണുവാണ്, ഒബ്സർവ് ചെയ്യുവാണ്. എന്താണത്? യെസ്, നിങ്ങൾക്കറിയാവോ ഇതെന്താണെന്ന് ആർക്കെങ്കിലും പറയാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. യെസ്, ഇതാണ് ഒരു ഗ്ലോബ്. നിങ്ങളുടെ സ്കൂളുകളിൽ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പല വലുപ്പത്തിൽ കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിലും ഇതേ ഗ്ലോബ് ഉണ്ടാവും. അപ്പോൾ എന്താണ് ഈ ഗ്ലോബ്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഗ്ലോബ് നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ ഗ്ലോബിനെ നിങ്ങൾ കാണുന്ന എല്ലാ ഗ്ലോബിനും ഒരേ കളറാണോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്താണ് ശരിക്കും ഗ്ലോബ്, അല്ലെങ്കിൽ ഗ്ലോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ ഒരു ചെറിയ മാതൃകയാണ് ശരിക്കും ഗ്ലോബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഗ്ലോബിൻ്റെ ഷേപ്പ് എന്താണ്? ഗ്ലോബ് എങ്ങനെയാണ് കാണുന്നത്? പരന്നിട്ടാണോ കാണാനായിട്ട് പറ്റുന്നത്? അല്ല, ഉരുണ്ടിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഉരുണ്ട ആകൃതിയിലുള്ള ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആകൃതിക്ക് നമ്മൾ എന്താ വിളിക്കുന്നത്? യെസ്, ഗോളാകൃതി, അല്ലെങ്കിൽ ഉരുണ്ട ആകൃതിയുള്ള വസ്തുക്കളെ നമ്മൾ ഗോളം എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. റൗണ്ട് ഷേപ്ഡ് ഒബ്ജക്റ്റ് ആർ കോൾഡ് സ്പിയേഴ്സ്. അതുപോലെ തന്നെ ഗ്ലോബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. മിസ് ആദ്യമേ പറഞ്ഞായിരുന്നു, ഗ്ലോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭൂമിയുടെ ഒരു ചെറിയ മോഡലാണ്. ഇവിടെ ഗ്ലോബ് സ്വന്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫ്രണ്ട്സ്, ഐ ആം എ ഗ്ലോബ്, ഐ ആം എ സ്മോൾ മോഡൽ ഓഫ് ദി എർത്ത്. അതായത് കൂട്ടുകാരെ, ഞാനാണ് ഗ്ലോബ്, ഭൂമിയുടെ ഒരു ചെറിയ മാതൃക. അതായത് ഭൂമിയെ പറ്റി പഠിക്കാൻ നമുക്ക് ഈ പറയുന്ന ഭൂമിയുടെ ചെറിയ മാതൃകയായ ഗ്ലോബ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ഗ്ലോബിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇപ്പോൾ എവിടെയൊക്കെ ഗ്ലോബ് ഉണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരേ നിറത്തിൽ തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കാണുന്ന കളർ ഏതാ? ഒരു ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കളർ ഏതാ? യെസ്, ഇതാണ് ബ്ലൂ കളർ. പക്ഷേ ബ്ലൂ മാത്രമൊന്നുമല്ല, സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേറെയും പല നിറങ്ങൾ ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ നിറങ്ങളൊക്കെ എന്തിനെയായിരിക്കും സൂചിപ്പിക്കുന്നത്? നമുക്ക് നോക്കിയാലോ. നീല നിറം എന്തിനെയായിരിക്കും സൂചിപ്പിക്കുന്നത്? നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഈ ഭൂമിക്ക് ഏത് നിറമാണ് ഉള്ളത്? നീല നിറമാണ്. കാരണം ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത് വെള്ളമാണ് അല്ലേ? അപ്പോൾ ഈ നീല നിറത്തിൽ സൂചിപ്പിക്കുന്ന ഭാഗം എന്തിനെയാണ് മക്കളെ? കടലിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ദ പാർട്ട് ഇലുസ്ട്രേറ്റഡ് ഓൺ ദി ഗ്ലോബ് ഇൻ ബ്ലൂ കളർ ഈസ് ദ സീ. കേട്ടോ, ഗ്ലോബിൽ നീല നിറത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കടലാണ്. മറ്റു പല നിറങ്ങളിലായി കരഭാഗവും ചിത്രീകരിച്ചിട്ടുണ്ട്. ദ ലാൻഡ് പാർട്സ് ആർ ഇലുസ്ട്രേറ്റഡ് ഇൻ അതർ കളേഴ്സ്. അതായത് നമ്മുടെ ഗ്ലോബിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നീല നിറമാണ്. പക്ഷെ അത് കൂടാതെ മറ്റു പല നിറങ്ങളുമുണ്ട്. നീല നിറത്തിൽ കാണുന്നത് നമ്മുടെ കടലാണ്. ഈ മറ്റ് പല നിറത്തിൽ കാണുന്നത് കരഭാഗമാണ്. കരഭാഗത്തിൻ്റെ ഇരട്ടിയിലധികം കടൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ദ സീ ഏരിയ ഈസ് മോർ ദാൻ ട്വൈസ് ദ സൈസ് ഓഫ് ദി ലാൻഡ് ഏരിയ. അപ്പോൾ ഗ്ലോബിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലുള്ള ബാക്കിയുള്ള കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ലൈവ് ഒക്കെ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും നമ്മുടെ ക്ലാസ് 3 യൂട്യൂബ് ചാനൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന എല്ലാ ലൈവ് ക്ലാസ്സുകളും എല്ലാ കുട്ടി കോണൻ വീഡിയോസും ഒക്കെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എനിവേ ഇന്നത്തെ ഈ ഒരു ചെറിയ സെക്ഷൻ ഞാനിതാ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും ഐ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.